നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പേപ്പർ കറൻസികൾക്ക് പകരം കൂടുതൽ ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾ രാജ്യത്ത് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആദ്യപടിയായി പ്ലാസ്റ്റിക് കറൻസിയുടെ ഫീൽഡ് ട്രയലുകൾക്കായി സുരക്ഷാ സവിശേഷതകളുള്ള പോളിമർ സബ്സ്ട്രേറ്റ് വിതരണം ചെയ്യാൻ ആഗോളതലത്തിൽ നിർമ്മാതാക്കളിൽ നിന്ന് RBIയുടെ ഉപകമ്പനിയായ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് താൽപ്പര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ്. ഈ മാസം 17-നായിരുന്നു ടെൻഡർ പുറപ്പെടുവിച്ചത്. 15 വർഷങ്ങൾക്ക് മുൻപും ഇപ്പോഴത്തെ പോലെ സമാനമായ രീതിയിൽ ഫീൽഡ് ട്രയൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 2012-ലെ ഈ പരീക്ഷണം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി. എന്നാൽ ഇത്തവണ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രചാരം കൂടുതലുള്ള 10-20 രൂപ നോട്ടുകളിലായിരിക്കും പരീക്ഷണം നടത്തുക. പരീക്ഷണം വിജയകരമായാൽ ഉയർന്ന മൂല്യമുള്ള മറ്റു നോട്ടുകളും പോളിമറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. 10-20 രൂപ പോലെയുള്ള കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ ആളുകൾക്കിടയിൽ നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. അതിനാൽ തന്നെ ഇവ പെട്ടെന്ന് അഴുക്ക് പിടിക്കാനും കീറിപ്പോകാനും സാധ്യതയുമുണ്ട്. സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് 2 മുതൽ 2.5 മടങ്ങ് വരെ കൂടുതൽ ഈട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈർപ്പം, അഴുക്ക്, വിയർപ്പ്, എണ്ണമയം എന്നിവയെ പ്രതിരോധിക്കാനും ഇതിന് സാധിക്കും. പ്ലാസ്റ്റിക് പണം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും പോളിമർ നോട്ടുകൾ സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിച്ചല്ല നിർമ്മിക്കുന്നത്. ബാങ്ക് നോട്ടുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബയോക്സൈലി ഓറിയന്റഡ് പോളിപ്രൊപ്പലിൻ എന്ന് വിളിക്കുന്ന പ്രത്യേക പോളിമർ സബ്സ്ട്രേറ്റ് ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കുന്നത്. ട്രയലുകൾ വിജയകരമായാൽ കൂടുതൽ അളവിൽ ഇവ വാങ്ങുമെന്നും ടെൻഡറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മാറ്റത്തിനുള്ള തീരുമാനം RBIയുടെ അച്ചടി ചെലവ് കുറയ്ക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കുറയില്ല. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ നിർമ്മിക്കാൻ പൊതുവെ ചെലവ് കൂടുതലാണ്. എന്നിരുന്നാലും ഈ നോട്ടുകൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനാൽ ദീർഘകാല അളവിൽ ബാങ്കുകൾക്ക് ഇത് അധിക ചെലവ് നികത്താൻ സാധിക്കും. അതായത് നോട്ടുകൾ കേടുവരുമ്പോൾ പകരം അച്ചടിക്കേണ്ടി വരുന്നതിൻ്റെ അളവ് കുറയും. കൂടാതെ നോട്ടുകളുടെ ചെലവ് കുത്തനെ കുറയുകയും കേടായ നോട്ടുകൾ നശിപ്പിക്കേണ്ട സാഹചര്യം കുറയുകയും ദീർഘകാല ചെലവുകൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും. പ്രചാരത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന നോട്ടുകളായതിനാലാണ് RBI 10-20 രൂപ നോട്ടുകളെ തന്നെ ആദ്യമായി ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നതും പുതിയ നയം കൂടുതൽ പ്രയാസകരമാക്കും. പേപ്പർ നോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രാൻസ്പെറൻറ്റ് വിൻഡോസ്, മെറ്റാലിക് അക്കങ്ങൾ, ലെയറുകളുമായി ഉൾപ്പെടുത്തിയ ഹോളോഗ്രാഫിക് ഘടകങ്ങൾ, മാഗ്നറ്റിക് സ്യൂഡോ ത്രെഡുകൾ, ഷാഡോ ചിത്രങ്ങൾ, ഐറിഡിസൻ സെക്യൂരിറ്റി പാറ്റേണുകൾ തുടങ്ങിയ സങ്കീർണമായ സവിശേഷതകൾ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നതിനാൽ പോളിമർ നോട്ടുകൾ വ്യാജമായി നിർമ്മിക്കുന്നത് പ്രയാസകരമാണ്. വ്യാജന്മാർക്ക് പ്ലാസ്റ്റിക് നോട്ടുകൾ നിർമ്മിക്കാൻ ശ്രമിക്കാമെങ്കിലും ഇതിൻ്റെ നിർമ്മാണ വസ്തുവും സുരക്ഷാ ഫീച്ചറും അനുകരിക്കുന്നത് പരമ്പരാഗത പേപ്പർ കറൻസി കോപ്പി ചെയ്യുന്നതിനേക്കാൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. പോളിമർ നോട്ടുകളിൽ സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഉയർന്നു നിൽക്കുന്ന അടയാളങ്ങൾ നേരിട്ട് ഉൾപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ അവ കാഴ്ചപരിമിതിയുള്ളവർക്കും ഉപകാരപ്രദമാണ്. പേപ്പർ നോട്ടുകളിൽ പതിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അടയാളങ്ങൾ കാലക്രമേണ മാങ്ങി പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായി പോളിമർ നോട്ടുകളിലെ ഈ അടയാളങ്ങൾ ദീർഘകാലം നിലനിൽക്കും. ഈ കാരണത്താൽ തന്നെ കാഴ്ചപരിമിതിയുള്ളവർക്ക് നോട്ടുകളുടെ മൂല്യം എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായകരമാകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ ഒരു പരിധിവരെ പരിസ്ഥിതി സൗഹൃദമാണെന്നും പറയാം. പ്ലാസ്റ്റിക് എങ്ങനെ പരിസ്ഥിതി സൗഹൃദമാകുന്നുവെന്ന ചോദ്യം സ്വാഭാവികമായി തോന്നാം. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത പ്ലാസ്റ്റിക് നോട്ടുകൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നതിനാൽ വീണ്ടും അടിക്കേണ്ടുന്ന നോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഇത് പേപ്പറിന്റെ ഉപയോഗം ഉൾപ്പെടെയുള്ള ചെലവുകളും കുറയ്ക്കും. കാലക്രമേണ പുതിയ നോട്ടുകളുടെ ആവശ്യം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇവ നൽകുന്ന പ്രധാന പരിസ്ഥിതി പ്രയോജനം. കൂടാതെ കാലാവധി കഴിയുമ്പോൾ നോട്ടുകൾ നശിപ്പിക്കുന്നതിന് പകരം ഇത് പുനരുപയോഗിക്കാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷത്തിനിടെ RBI 8270 കോടി പുതിയ കറൻസി നോട്ടുകൾ വിതരണം ചെയ്തു. അതേ കാലയളവിൽ വളരെ വൃത്തിഹീനമായതോ കീറിപ്പോയതോ ആയ 6213 കോടി പഴയ നോട്ടുകൾ നശിപ്പിക്കുകയും ചെയ്തു. അതായത് ഓരോ വർഷവും സാമ്പത്തിക രംഗത്തേക്ക് RBI അയക്കുന്ന ഓരോ 4 പുതിയ നോട്ടുകൾക്കും പകരം 3 പഴയ നോട്ടുകൾ നശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ദീർഘായുസുള്ളതിനാൽ അവ ഇടയ്ക്കിടെ നശിപ്പിക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം ഒഴിവാക്കും. ഇത് RBIയുടെ പണം ലാഭിക്കുക മാത്രമല്ല പരിസ്ഥിതി ആഘാതം കുറയ്ക്കുകയും ചെയ്യും. ഓസ്ട്രേലിയയാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കമിടുകയും തങ്ങളുടെ ബാങ്ക് നോട്ടുകൾ പൂർണ്ണമായും പോളിമറിലേക്ക് മാറ്റുകയും ചെയ്ത ആദ്യ രാജ്യം. അതിനുശേഷം നിരവധി രാജ്യങ്ങൾ പോളിമർ കറൻസി സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഈ പറയുന്നവയാണ്: കാനഡ, UK, ന്യൂസിലൻഡ്, മെക്സിക്കോ, ബ്രസീൽ, സൗദി അറേബ്യ, റൊമാനിയ, ബാർബഡോസ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ആഗോളതലത്തിൽ 2023 ഏകദേശം 45 രാജ്യങ്ങൾ പോളിമർ ബാങ്ക് നോട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടർന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായി നമുക്ക് തോന്നാവുന്ന അടുത്ത സംശയം നിലവിലെ നോട്ടുകൾ അസാധുവാകുമോ എന്നതാണ്. എന്നാൽ ഇതുവരെ പുറത്തു വന്ന പ്രഖ്യാപനങ്ങളിലൊന്നും അങ്ങനെയൊരു സൂചനയില്ല. കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകളിൽ തുടങ്ങി ഒരു ഫീൽഡ് ട്രയൽ മാത്രമാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. അതിനാൽ തൽക്കാലം നോട്ട് നിരോധനത്തിനോ പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് പിൻവലിക്കുന്നതിനോ ഉള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല.